രണ്ടു പതിറ്റാണ്ടിലേറെ കാലമായി കൊല്ലത്തിന്റെ എന്നല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ജാജല്യമായ ചിത്രമായ അദ്ദേഹം മാറിയിരിക്കുകയാണ്. നമ്മുടെ തൊട്ടു മുന്നിലുള്ള ഈ ഫ്ലൈ ഓവറിൽ ട്രെയിനിനടിയിൽ അകപ്പെട്ട് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് മണിക്കൂർ ആ മരണത്തിനും ജീവിതത്തിനുമിടയിൽ നൂൽപ്പായത്തിന്റെ കടന്നുപോയ കൊച്ചു പെൺകുട്ടിയുടെ ഹൃദയാവർജകമായ ആ ദുരന്ത കഥ അവതരിപ്പിച്ചുകൊണ്ട് പാർലമെന്റിൽ ആരംഭിച്ച അദ്ദേഹത്തിന്റെ ചൈത്രയാത്ര ഒരാൾ സാമാജിക ചോദ്യത്തിന് മറുപടി പറഞ്ഞതാണ്. കേരളത്തിൽ നിന്ന് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട നേതാക്കന്മാർ കുറവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇടപെടലുള്ള ചരിത്രമെടുത്താൽ ജസ്റ്റിസ് ശങ്കരൻ നായർ മാത്രമാണ് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്ന ഏക മലയാളി. അതിനുശേഷം സാക്ഷാൽ സുഭാഷ് ചന്ദ്രബോസിനാൽ സ്ഥാപിതമായ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് അവരോധനായ ഏക മലയാളി അല്ലെങ്കിൽ കേരളത്തിന്റെ കൊല്ലത്തിന്റെ അഭിമാനമാണ് അദ്ദേഹം. ദേശീയ പ്രസ്ഥാനത്തിന്റെ ദേശീയ ചെയർമാനായ സ്ഥാനം അലങ്കരിച്ചു. പക്ഷെ ആ അവസ്ഥയിലും അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോട് പെരുമാറുമ്പോൾ പൊതുവേദിയിൽ വരുമ്പോൾ ഇത്രയും ലളിതമായ ഒരു പ്രവർത്തന രീതി, സംസാര ശൈലി, നമ്മളോടൊക്കെ ഇടപെടുവാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു നിർമ്മലമായ നൈർമല്യമാർന്ന ആ ഒരു പ്രവൃത്തി എപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ കീഴിൽ ദീർഘകാലം പ്രവർത്തിച്ച ഒട്ടനവധി വക്കീലന്മാർ അവരൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ കഥകൾ കേട്ടാണ് നമ്മളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ പിന്തുടരുന്നത്. അദ്ദേഹത്തിന്റെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഈ വർഷം മുതൽ കേരളത്തിലെ ഏറ്റവും മികച്ച നിയമസഭാ സാമാജികന് അവാർഡ് കൊടുക്കുവാനുള്ള ഒരു തീരുമാനമെടുക്കുകയും ഒരു അവാർഡ് കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾ അതിന്റെ ചുമതലക്കാരനായി എന്നെ നിയമിച്ചു എന്നുള്ളത് അവാർഡ് പുരസ്കാര നിർണയ സമിതിയുടെ ഉത്തരവാദിത്വപൂർണമായ ചുമതല എന്നെ ഏൽപ്പിച്ചു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ സംഗതിയാണ്. അത് നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് തന്നെ ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. അല്ലാത്തവരും അവരുടേതായ പ്രശ്നങ്ങൾക്ക്, കേസുകൾക്ക് കേൾക്കുവാനും തീർപ്പുണ്ടാക്കുവാനും വേണ്ടി ഈ കൊല്ലം ബാറിലെ അഭിഭാഷകന്മാരിൽ ഒരു പ്രമുഖനായിരുന്നു കൈപ്പടി വേലപ്പൻ നായർ. അന്നൊരു സംഭവം ഉണ്ടായാൽ, നാട്ടിലൊരു സംഭവം ഉണ്ടായാൽ ആ കാലത്ത് RSPക്കാരായ ഞങ്ങളുടെ അനുയായികൾ ആദ്യം സമീപിക്കുന്നത് കൈപ്പടി വേലപ്പൻ നായരെയായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കൈപ്പഴ മുനിസിപ്പാലിറ്റി ആയിരുന്ന കാലഘട്ടത്തിൽ ഒരു കൗൺസിലറായി കുറച്ചു കാലം കൗൺസിലറായിരുന്നു. അദ്ദേഹം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പാർലമെന്ററി രംഗത്ത് ഉയരങ്ങളിലെത്തുവാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയ രംഗത്ത് സജീവമായ, അഭിഭാഷക രംഗത്തും സജീവമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ശ്രീകണ്ഠൻ നായരുടെ ഏറ്റവും വലിയൊരു അനുയായിയായിരുന്നു. കുണ്ടറ കശുവണ്ടി തൊഴിലാളി യൂണിയൻ എന്ന് പറഞ്ഞാൽ അന്ന് കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ കശുവണ്ടി തൊഴിലാളികളുടെ ഒരു തൊഴിൽ സംഘടനയായിരുന്നു. കാരണം അവിടെയായിരുന്നു PSSC കമ്പനി പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോഴത്തെ ഡാൽമിയ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഇപ്പോൾ കാപെക്സ് നടക്കുന്ന ഫാക്ടറി PSSC നടത്തിയ കാലഘട്ടം. അവിടെ തൊഴിലാളികളുടെ സംഘടന അതിശക്തമായി. സഖാവ് ശ്രീകണ്ഠൻ നായർ പ്രസിഡന്റും കൈപ്പടി വേലപ്പൻ നായർ വൈസ് പ്രസിഡന്റും KP രാഘവൻപിള്ള ജനറൽ സെക്രട്ടറിയുമായിട്ടായിരുന്നു ആ യൂണിയന്റെ പ്രവർത്തനം അവിടെ തുടക്കം കുറിച്ചു. നിരവധി സമരങ്ങൾ, ഐതിഹാസികമായ സമരങ്ങൾ. കശുവണ്ടി തൊഴിലാളികളുടെ സമര ചരിത്രം എടുത്താൽ കുണ്ടറ കശുവണ്ടി തൊഴിലാളി യൂണിയൻ നടത്തിയിട്ടുള്ള ഐതിഹാസികമായ സമരങ്ങൾ, ആ സമരങ്ങളുടെ ഫലമായിട്ടാണ് അന്ന് കശുവണ്ടി തൊഴിലാളി രംഗത്ത് കേന്ദ്ര സംഘടന ഉണ്ടെങ്കിൽ പോലും ആ കാലഘട്ടത്തിലാണ് ചന്ദനത്തോപ്പിൽ സമരവും പോലീസിന്റെ വെടിവെപ്പും നടന്നത്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് അവിടെ നടന്ന സമരം, കശുവണ്ടി തൊഴിലാളികൾ നടന്ന സമരം. ആ സമരത്തിന് നേരെ പോലീസ് നിറവൊഴിച്ചു. ആ ഫാക്ടറിക്കുള്ളിൽ നിന്ന തോട്ടണ്ടിയും പരിപ്പുമൊക്കെ കടത്തിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ചപ്പോൾ അതിനെ എതിർത്ത് പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ച അമ്മമാർ, സഹോദരിമാർ അവരെ ക്രൂരമായി മർദ്ദിച്ചു. അവസാന ഘട്ടത്തിൽ പോലീസ് രക്ഷാമാർഗം എന്നുള്ള നിലയിൽ ചുറ്റുവെടി വെച്ചു. ആദ്യം
ആകാശത്തേക്ക് വെടിവെച്ച് ജനം പിരിഞ്ഞു പോയില്ല. ചുറ്റുവടി വെച്ച് 2 ആളുകൾ മരണപ്പെട്ടു. അങ്ങനെയാണ് രാമനും സുലൈമാനും ചന്ദനത്തോപ്പിൽ രക്തസാക്ഷിത്വം വഹിച്ചത്. വേലപ്പൻ നായരാണ് RSPക്ക് വേണ്ടി കേസ് നടത്തിയത്. അങ്ങനെ നിരവധി സംഭവങ്ങളുണ്ട്. പിന്നെ അവസാന കാലഘട്ടത്തിൽ അനാരോഗ്യവാനായി. ഇപ്പോ നിങ്ങൾക്കറിയാം, കൈപ്പട വേലപ്പൻ നായർ വാർദ്ധക്യം മൂലം മരണപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ആദ്യകാല നേതാക്കന്മാർ ആരും ഇപ്പോൾ ജീവിച്ചിരിക്കില്ല. ഞാനില്ല, EK ദിവാകരനില്ല, RS ഉണ്ണിയില്ല, ബേബി ജോണില്ല. ആ കൂട്ടത്തിൽ കൈപ്പട വേലപ്പൻ നായരും ഇല്ല. വാർദ്ധക്യം മൂലം മരണപ്പെടുകയാണ്. ശ്രീകണ്ഠൻ ചേട്ടൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട അവസരത്തിൽ അദ്ദേഹത്തിന് ഒരു മനപ്രയാസം ഉണ്ടായി. ആ മനപ്രയാസത്തിന് ഇടയാക്കിയത് ചില ആളുകളുടെ പ്രേരണ മൂലമാണ്. അദ്ദേഹം അന്ന് കടവൂർ ശിവദാസൻ RSPക്കാരനായിരുന്നു. സഖാവ് കടവൂർ ശിവദാസനുമായി ചേർന്ന് പാർട്ടിയിൽ ഒരു ഭിന്നിപ്പുണ്ടായി. പ്രവർത്തന മികവ് പരിഗണിച്ചുകൊണ്ടുള്ള ഏറ്റവും നല്ല ഔപചാരികമായ ഒരു അംഗീകാരം സംശുദ്ധമായ പൊതുജീവിതത്തിന്റെ ഉദാത്ത പ്രതീകമായിരുന്ന കൈപ്പുഴ N വേലപ്പൻ നായർ അവരുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള ശ്രീ PC കൃഷ്ണനാഥ്. അതുകൊണ്ട് രണ്ടും, അദ്ദേഹത്തിന്റെ അനുസ്മരണം, അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ 2ാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ആ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതോടൊപ്പം പുതുതലമുറയിൽപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരെയും ജനപ്രതിനിധികളെയും ആ നിലയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും വളർത്തിക്കൊണ്ടുവരുന്നതിനും പ്രചോദിതമാകുന്ന നിലയിലുള്ള അംഗീകാരം നൽകി അവരെ ആദരിക്കുക. LLB പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങി വിജയിച്ച മിടുക്കിയായിട്ടുള്ള നമ്മുടെ കൊച്ചു സഹോദരി, ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിൽ 68ാമത്തെ റാങ്ക് വാങ്ങി വിജയിച്ച ആ അംഗം ഉൾപ്പെടെയുള്ള അവരെയും ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ആദരിക്കുന്നു. ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ, അനുമോദനങ്ങൾ അറിയിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് കൈപ്പുഴ N വേലപ്പൻ നായർ അവരുടെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ സംശുദ്ധമായ പൊതുജീവിതത്തിന്റെ ചരിത്രപരമായ അഭിമാനകരമായ അവകാശം അഭിമാനബോധത്തോടുകൂടി അംഗീകരിക്കാൻ കൊടുക്കാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ ജ്വലിക്കുന്ന ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടൊപ്പം, സഹപ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കളോടൊപ്പം, ഈ പൗരസമൂഹത്തോടൊപ്പം, ഈ സമ്മേളനത്തോടൊപ്പം അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരവർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനത്തിന്റെയും അവാർഡ് ദാന സമ്മേളനത്തിന്റെയും ഔപചാരികമായ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിക്കുന്നതായി അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അഭിപ്രായമുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിന്റെ കേരള ഘടകം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുകയും പിന്നീട് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ചെയർമാനായി അദ്ദേഹം അവരോധിതനാകുകയും ചെയ്യുന്ന കാഴ്ചയാണ് പിന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിൽ RSPയുടെ സംഘാടകനായി, കശുവണ്ടി തൊഴിലാളി യൂണിയന്റെ ഭാരവാഹിയായി, പ്രക്ഷോഭ രംഗത്തും സമരരംഗത്തും അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ അവരുടെ മൗലികമായ ജീവിതാവശ്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്ന കാര്യത്തിലുമൊക്കെ നിരന്തരമായ പോരാട്ടങ്ങൾ, പ്രക്ഷോഭങ്ങൾ, സമരമുഖങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച കൈപ്പുഴ അഡ്വക്കേറ്റ് N വേലപ്പൻ നായർ അദ്ദേഹം ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിന്റെ ദേശീയ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴും ഒക്കെ ആ മൗലികമായ ഇടതുപക്ഷ രാഷ്ട്രീയ നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ സംശുദ്ധമായ പൊതുജീവിതം നയിച്ച വ്യക്തിത്വത്തിനുടമയെന്ന അഭിമാനബോധത്തോടെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ദീർഘകാലം അഖിലേന്ത്യാ ചെയർമാൻ എന്ന നിലയിൽ, ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിന്റെ അഖിലേന്ത്യാ ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് ദേശീയ രാഷ്ട്രീയ സംഭവവികാസങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനും നിശബ്ദമായി അതിന്റെയൊക്കെ പിന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കാനും ഒക്കെയുള്ള അവസരം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാം, 2004 മുതൽ 2014 വരെ നമ്മുടെ രാജ്യത്ത് ആദ്യഘട്ടം ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടുകൂടി അധികാരത്തിലിരുന്ന 1ാം UPA ഗവൺമെന്റും അതിനുശേഷമുണ്ടായ 2ാം UPA ഗവൺമെന്റിനെയും ഒക്കെ കാലയളവിൽ
UPA അല്ലെങ്കിൽ UPAയുടെ ഘടക പാർട്ടി എന്നല്ല, UPA പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഇടതുപക്ഷ പാർട്ടികളുടെ കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു മതേതര ജനാധിപത്യ ഗവൺമെന്റ് സ്ഥാപിക്കുന്നതടക്കമുള്ള വലിയ രാഷ്ട്രീയ മാറ്റങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ അവസരത്തിൽ അനുസ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല പരിശോധിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി നമ്മൾ വിലയിരുത്തുമ്പോഴും ഒരു പ്രധാനപ്പെട്ട സവിശേഷത പലപ്പോഴും പ്രത്യക്ഷത്തിൽ സജീവമായി രംഗത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ നിന്നുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനപ്പുറത്ത് പുറകിൽ നിന്നുകൊണ്ട് നയരൂപീകരണത്തിന്റെ കാര്യത്തിൽ പ്രവർത്തകരെ, പ്രത്യേകിച്ചും പുതുതലമുറയിൽപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാട് ഈ അവസരത്തിൽ വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. അഴിമതിയുടെ കറപുരളാത്ത സംശുദ്ധമായ പൊതുജീവിതം നയിച്ചുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മാതൃക എന്ന നിലയിൽ അഭിമാനകരമായ രാഷ്ട്രീയ പ്രവർത്തന ചരിത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം എക്കാലവും സ്മരിക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ഉൾപ്പെടെ അല്ലെങ്കിൽ അഖിലേന്ത്യാ ഫോർവേഡ് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു മുന്നണിയും, ഇടതുപക്ഷ മുന്നണി എന്ന പേരിൽ ഒരു മുന്നണി രൂപീകരിച്ച് പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിലുമൊക്കെ ഡൽഹിയിൽ പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അടുത്തുനിന്ന് കാണാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ നിശബ്ദമായ പ്രവർത്തനത്തിലൂടെ സുസംഘടിതമായ മുന്നേറ്റത്തിന്, ജനകീയ മുന്നേറ്റത്തിന് പ്രേരകമായ ഒരു ശക്തിയായി നിലകൊണ്ടുകൊണ്ട് രാഷ്ട്രീയ രംഗത്തെ സജീവ നേതൃത്വമായിരുന്ന, സാന്നിധ്യമായിരുന്ന അദ്ദേഹത്തിന്റെ ദീപ്തമായ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഈ അവസരത്തിൽ ഈ അനുസ്മരണ സമ്മേളനത്തോടൊപ്പം എല്ലാവരോടും ഒപ്പം ഞാനിത് ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരവർപ്പിക്കുകയാണ്. സാധാരണ ജനവിഭാഗങ്ങളെ സംഘടിപ്പിക്കുന്നതിലും അവരുടെ അവകാശ സംരക്ഷണ ബോധത്തിലൂടെ അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിലും ഒരു കാലഘട്ടത്തിൽ കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ചും സഖാവൻ ശ്രീകണ്ഠൻ നായർ, സഖാവ് ബേബി ജോൺ, സഖാവ് TK ദിവാകരൻ, സഖാവ് RS ഉണ്ണി, അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ VP ചേട്ടൻ ഉൾപ്പെടെയുള്ള അസിസ്റ്റന്റ് അടക്കമുള്ള ഒരു വലിയ രാഷ്ട്രീയ നേതൃനിരയിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണി കൂടിയായിരുന്നു കൈപ്പുഴ എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയവും ഇന്നത്തെ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയവും തമ്മിൽ തുലനം ചെയ്യാൻ പോലും നമുക്ക് കഴിയില്ല. അദ്ദേഹം കൊല്ലത്തെ മുനിസിപ്പൽ TK ദിവാകരനോടൊപ്പം അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ഫോർവേഡ് ബ്ലോക്കിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലടക്കം വളരെ പ്രോജ്വലമായ ചരിത്രമുള്ള ആ സംഘടനയുടെ മലയാളിയായ ആദ്യത്തെ ചെയർമാനായി അദ്ദേഹത്തിന് മാറുവാൻ കഴിഞ്ഞു. നമ്മളൊക്കെ അസോണ്ട് കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ ഒരു സാധാരണ KSU പ്രവർത്തകനായി പ്രവർത്തിക്കുന്ന കാലം മുതൽ കേൾക്കുന്ന വലിയ പേരാണ് കൈപ്പുഴ N വേലപ്പൻ നായർ എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ പുരസ്കാരം ലഭിക്കുമ്പോൾ അതിനകത്ത് വലിയ സന്തോഷമുണ്ട്. അദ്ദേഹം 60 വർഷക്കാലത്തോളം അഭിഭാഷകൻ എന്ന നിലയിൽ അദ്ദേഹം വളരെ അംഗീകാരമുള്ള അഭിഭാഷകനായി പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് അടക്കമുള്ള അഭിഭാഷക സമൂഹത്തിന്റെ പ്രതിനിധികളും ഈ അനുസ്മരണ സമ്മേളനത്തിൽ അവാർഡ് ദാന ചടങ്ങിൽ എല്ലാവരോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. അഭിഭാഷകൻ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. കൊല്ലത്ത് ഒട്ടേറെ സാമൂഹിക സാംസ്കാരിക സംഘടനകൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. മുഖ്യ പ്രഭാഷണം നടത്തേണ്ട ശ്രീ ഷിബു ബേബി ജോണും മേയറും അടക്കമുള്ളവർ വന്ന ഒരു വേദിയായതുകൊണ്ട് ഞാൻ ഇനി ദീർഘമായി സംസാരിക്കുന്നത് ശരിയല്ല. അദ്ദേഹം ഒരു വിദ്യാലയം സ്ഥാപിച്ചത് എൻ്റെ ഇപ്പോഴത്തെ നിയമസഭാ മണ്ഡലത്തിലാണ്, കുണ്ട്രയിലാണ്. ഒരു സ്കൂള് സ്ഥാപിച്ചു. ഇപ്പോൾ ശ്രീ രാമോഹൻ അതിന്റെ മാനേജരായി ഇപ്പൊ പ്രവർത്തിക്കുകയാണ്. ആ സ്കൂളിൽ പോകാനുള്ള അവസരം പലപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വളരെ മാതൃകാപരമായ ഒരു വിദ്യാലയമായിട്ട് ആ വിദ്യാലയവും മുന്നോട്ട് പോകുന്നുണ്ട്. അനുകൂലമായ കാര്യങ്ങളൊക്കെ
കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാവുന്നതാണ് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ സാന്ദർഭികമായി സൂചിപ്പിക്കുക. ഇതിൽ ലഭിച്ച ആദ്യത്തെ ഒരു പുരസ്കാരം ഞാൻ മുമ്പ് എനിക്ക് ശ്രീ കൊട്ടക ഗോപാലകൃഷ്ണന്റെ പേരിലുള്ള മികച്ച നിയമസഭാ സാമാജികനുള്ള ഒരു പുരസ്കാരം സനോസ് വക്കീലൊക്കെയുള്ള ഒരു സമിതി നൽകിയുണ്ടായി. അവിടെ വെച്ച് ഞാൻ ഉള്ളത് RSPക്ക് ഒരിക്കലും ഏറ്റവും ഒരുപക്ഷെ സംഘടനാപരമായില്ലെങ്കിലും പക്ഷെ അസ്തിത്വത്തിന് നേരിട്ട ഏറ്റവും വലിയ ദോഷമായി മാറിയത് ശ്രീമന്തേട്ടന്റെ പിളർപ്പായിരുന്നു. ശ്രീമന്തേട്ടൻ ആയിട്ടുള്ള പിളർപ്പിന്റെ സമയത്ത് അദ്ദേഹം ശ്രീമന്തേട്ടനോടൊപ്പം നിൽക്കുകയും അതിനുശേഷം ശ്രീ കടവൂർ ശിവദാസൻ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ വീണ്ടും ഒരു ഇടതുപക്ഷ കൊടി പിടിക്കണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് പുള്ളി ഫോർവേഡ് ബ്ലോക്കിലേക്ക് എത്തുന്നതും അതിന്റെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളായിരുന്നു. ഒരിക്കലും കൊല്ലത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ വിസ്മരിക്കാൻ സാധിക്കുന്നതല്ല എന്നും ഇത്തരം നേതാക്കന്മാർക്ക് അവർക്ക് അർഹതപ്പെട്ട അംഗീകാരം നമ്മുടെ നാട് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞ പോലെ ദീർഘമായ ഒന്നിലേക്ക് കടക്കുന്നില്ല. നാളെ സ്വതന്ത്ര കേരളത്തിന്റെ ഏറ്റവും സുപ്രധാനമായ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്ന ദിവസമാണ്. കാരണം ഇതൊന്നുമല്ല, ഞാൻ ഇതൊരു രാഷ്ട്രീയ സംവാദത്തിനുള്ള വേദിയാക്കി ഞാൻ പരിമിതപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും നമ്മൾ കൈവരിച്ച ഒട്ടനവധി നേട്ടങ്ങൾ നഷ്ടപ്പെട്ട 10 വർഷം ആണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ നിലയിൽ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരളം എവിടെത്തും എന്നുള്ളതിൽ ആശങ്കയുണ്ട്. ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ എത്രയോ പതിറ്റാണ്ടായിട്ട് വിദ്യാഭ്യാസത്തിൽ ഇന്ത്യയിൽ ഒന്നാമെന്നുള്ളതല്ല, ലോക നിലവാരത്തിനോടൊപ്പം ഏറ്റവും ഉന്നത നിലവാരം പുലർത്തിയിരുന്ന ഒരു സംസ്ഥാനമാണ്. ഇന്നിപ്പോ നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലെ എല്ലാ സ്ഥാപനവും അല്ലെങ്കിലും കേരളത്തിലേക്കാൾ ഏറെ നിലവാരമുള്ള സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസം നൽകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിന് വേറെ ഒന്നും നോക്കണ്ടല്ല. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ പരിശോധിക്കുമ്പോൾ പണ്ട് കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസം അനുയോജ്യമായതുകൊണ്ടാണ് മലയാളിക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും തൊഴിൽ കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആണെങ്കിൽ മലയാളി ലോകത്തില്ലായിരുന്നു എത്തി. ഇന്നിപ്പോ ഈ ഘട്ടത്തിൽ എന്താണ്, ഒരു ജോലി കിട്ടണമെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി പഠിക്കണം എന്ന് വിദ്യാർത്ഥികളെ ചിന്തിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വിദ്യാർത്ഥികളുടെ കൂട്ടപ്പലായനം. ഇവിടെ പഠിച്ചിട്ട് ഒരു ഗുണവുമില്ല, ഒരു പ്രയോജനവുമില്ല എന്ന ചിന്താഗതി ഇന്നത്തെ സമൂഹത്തെ നയിക്കുന്നു. അന്നേരം അത് മാത്രം മതി നമ്മൾ ഏറെ പിന്നിലായി എന്നുള്ളത് ബോധ്യപ്പെടാൻ. അങ്ങനെ ഏതൊക്കെ മേഖല നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ലോകം എമ്പാടും മുന്നോട്ട് നീങ്ങിയപ്പോൾ നമുക്ക് അതിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു. അതിൽ നിന്ന് മാറാനുള്ള ഒരു അവസരമായിട്ടാണ് നാളത്തെ വിദ്യാഭ്യാസത്തെ ഞാൻ കാണുന്നത്. ഈ സന്ദർഭത്തിൽ രാഷ്ട്രീയത്തിൽ അനിവാര്യമായിട്ടുള്ള, ഇപ്പം നമ്മൾ കൈപ്പുഴയെ അനുസ്മരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അസീസേട്ടനെ പോലെ ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകനായിട്ട് ആള് വന്നപ്പോഴൊക്കെ സമൂഹത്തിൽ വ്യക്തമായ ഐഡിയോളജി ഉണ്ടായിരുന്നു, രാഷ്ട്രീയം ഉണ്ടായിരുന്നു. രാഷ്ട്രീയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത കോൺഗ്രസ് ഒരു ഐഡിയോളജിയുമായി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു ഐഡിയോളജി മുന്നിലേക്ക് വെച്ച് ആ പ്രത്യയശാസ്ത്രത്തിൽ അണിചേർന്ന് ആവേശം കൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതായിരുന്നു നമ്മുടെ മഹത്തായ രാഷ്ട്രീയം. പ്രശ്നം കൊല്ലത്ത് ധാരാളം രാഷ്ട്രീയ നേതാക്കന്മാർ, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും RSP ആയാലും നിരവധി നേതാക്കന്മാർ നമ്മുടെയൊക്കെ ഒരു കാലയളവിന് ശേഷം CM സ്റ്റീഫനെ പോലെയുള്ള CA റഹീമിനെ പോലെയുള്ള അവസാന കാലഘട്ടത്തിൽ എത്തുമ്പോഴത്തേക്കും ചെന്നൈ ബാലകൃഷ്ണ സാറിനെ പോലെയുള്ള CV പത്മനാഭൻ സാറിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അതുപോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതൃത്വ രംഗത്ത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെക്കാൾ ശക്തരായി കൊല്ലുന്ന തരത്തിൽ നിന്നിരുന്ന ഒരു RSP എന്ന പ്രസ്ഥാനമാണ്. അതിനകത്തായിരുന്നു നിരവധി ശിവണ്ണനാരെ പോലെയുള്ള, കോൺഗ്രസിലേക്ക് പിന്നെ കടന്നു വന്നെങ്കിലും കടവൂർ ശിവദാസനെ പോലെയുള്ളവർ, TK ദിവാകരനെ പോലെയുള്ളവർ, അങ്ങനെ എത്ര TP ഗോപാലനെ പോലെയുള്ളവർ, പെരുകടൽ RSD പോലെയുള്ള ആളുകൾ പറഞ്ഞ് എഴുതാൻ തീർക്കാൻ എന്നാൽ എണ്ണി തീർക്കാൻ കഴിയാത്ത നിരവധി നേതാക്കന്മാർ ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ് RSP.
തൊഴിലാളി പ്രസ്ഥാന രംഗത്ത് ഏറ്റവും ശക്തമായി എല്ലാ തൊഴിലാളി യൂണിയനുകളേക്കാളും ശക്തരായ സംഘടനാ സംവിധാനം പ്രവർത്തിച്ചിരുന്ന ഒരു ജില്ലയാണ് കൊല്ലം. ആ കൊല്ലത്ത് പക്ഷെ ഇന്ന് നമുക്ക് പഴയകാല നേതാക്കന്മാരുമായി പരിശോധിച്ച് നോക്കുമ്പോൾ അവരുമായി ഒരു താരതമ്യ പഠനം നടത്തുമ്പോൾ എല്ലാ പ്രസ്ഥാനത്തിലും അപജയം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയിലായാലും ശരി തന്നെ, CPI-യിലായാലും ശരി തന്നെ, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പഴയകാല രാഷ്ട്രീയ നേതാക്കന്മാരുടെ അന്യം നിന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സന്ദർഭമാണ്. ചുരുക്കം ചിലരൊഴിച്ചാൽ പുതിയൊരു തലമുറ ഇത്തരത്തിലെ ആത്മാർത്ഥതയോടെ മാത്രമുണ്ട് നാടിന്റെ പ്രവർത്തനത്തിന്, നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ജില്ലയുടെ വികസനം, ഈ പ്രദേശത്തെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പോരാടുന്ന നേതാക്കന്മാരുടെ എണ്ണം ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്തരം സന്ദർഭത്തിലാണ് ഇവരെയൊക്കെ അനുസ്മരിക്കുമ്പോൾ അവരുടെയൊക്കെ അഭാവം, എണ്ണിയാൽ തീരാത്ത നിരവധി നേതാക്കന്മാരെ നഷ്ടപ്പെട്ട ഒരു നഗരമാണ് നമ്മുടെ കൊല്ലത്ത്. അതിനെ പകരം വയ്ക്കാൻ പുതിയ ആളുകൾ രംഗപ്രവേശനം നടത്തേണ്ടിയിരിക്കുന്നു. അതിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഈ പേരിനോട് പിന്നിലേക്ക് എനിക്ക് പിന്നീട് സഞ്ചരിക്കേണ്ടി വന്നത് ഇവിടെ അസീസിയേട്ടൻ സൂചിപ്പിച്ചിരുന്ന ഒരു സംഭവത്തിന് വേറൊരു രീതിയിൽ ബന്ധപ്പെട്ടിട്ടാണ്. 2016-17 കാലഘട്ടത്തിൽ കേരള മീഡിയ അക്കാദമി കൊല്ലത്തെ കശുവണ്ടി മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്തുന്നതിന് എനിക്കൊരു അവസരം ലഭിച്ചു. അന്ന് ഞാൻ അസീസിയേട്ടനെ ഒരുപാട് ദിവസം പോയി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് കുറെ വിവരങ്ങൾ തന്നിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ ചന്ദനത്തോപ്പ് വെടിവയ്പ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ കുറെ ഡീറ്റെയിൽസുകൾ ഇങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ശ്രീ കൈപ്പിഴ വേലപ്പൻ നായരുടെ പേരും അതേപോലെ PN പ്രഭ എന്ന് പറയുന്ന ഒരു ട്രേഡ് യൂണിയൻ നേതാവിന്റെ പേരും ഒക്കെ ഈ ജില്ലയ്ക്ക് തൊട്ടപ്പുറത്തുള്ള ജില്ലക്കാരനായ ഞാൻ കൂടുതൽ, കാരണം കശുവണ്ടി തൊഴിലാളികളുടെ ഈറ്റില്ലമായ കൊല്ലത്തിന് കരിമുളയ്ക്കലും പത്തിയൂരും മാത്രം കശുവണ്ടി ഫാക്ടറികൾ ഉള്ള ഒരു നാടായ ആലപ്പുഴ ജില്ലക്കാരനായ ഞാൻ എങ്ങനെയൊക്കെ അടുത്തു എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഈ പഠനത്തിന്റെ ഒരു തമാശ എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്, കൊല്ലത്തൊരു ഫോട്ടോ സ്റ്റാറ്റ് ഒക്കെ എടുക്കുന്ന കടയിൽ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു ജീവനക്കാരിയുടെ അമ്മ, അവരെന്തോ കശുവണ്ടി തൊഴിലാളിയോ മറ്റോ ആണ്, അന്ന് ഫാക്ടറികള് 2016-17 കാലത്ത് അടഞ്ഞു കിടക്കുന്ന സമയമായതുകൊണ്ട് ഇവരാണ് സ്ഥിരമായി ഫോട്ടോ കോപ്പികൾ ഇതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ എടുത്തു തരുന്നത്. ഇവർ വിചാരിച്ചിരുന്നത് ഞാൻ ഇതിന്റെ എന്തോ ഓതറിറ്റേറിയൻ കക്ഷിയാണെന്ന് വിചാരിച്ചിട്ട് ഈ അമ്മയുടെ പ്രതിസന്ധിയൊക്കെ എന്നോട് ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ അവസാനം പറഞ്ഞു, ഇതൊന്നും എനിക്കറിയുന്ന വിഷയമല്ല, ഞാനിത് പഠിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോഴ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് അന്ന് ഞാൻ ഈ രേഖകളൊക്കെ പരിശോധിച്ച അവസരത്തിൽ ഈ ചന്ദനത്തോപ്പ് വെടിവയ്പ്പുമായി ബന്ധപ്പെട്ട കേസുകൾ നടത്തിയിരുന്നത് ശ്രീ കൈപ്പിഴ വേലപ്പൻ നായരാണ് എന്ന് ഞാൻ അന്നേരം അറിയുന്നു. അതായത് 60കളിൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് 4 വർഷം മുമ്പ് തന്നെ അദ്ദേഹം അഭിഭാഷകനായിട്ട് എൻറോൾ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. ആ രംഗത്ത് അദ്ദേഹം വളരെ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അപ്പോഴും നമ്മള് MD ഒക്കെ പണ്ട് പറയുന്നത് പോലെ അറിയപ്പെടാത്ത മഹാസമുദ്രങ്ങളെക്കാൾ അറിയപ്പെടുന്ന നിളയോടാണ് എനിക്ക് ഇഷ്ടമെന്ന് പറയുന്നത് പോലെ ഈ കൊല്ലത്തിന്റെ മണ്ണ് വിട്ട് ദൂരത്തേക്ക് പോകുവാൻ അദ്ദേഹം എപ്പോഴും ഒരു വിമുഖത കാട്ടിയത് കൊണ്ടാവാം ദേശീയ തലത്തിലേക്ക് കുറെ കൂടി വിവരങ്ങളിലെത്താൻ കഴിയുമായിരുന്ന വ്യക്തിത്വമായിരുന്ന ശ്രീ കൈപ്പിഴയ്ക്ക് കൊല്ലത്ത് തളച്ചിട്ടതുപോലെയായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഒരു വൈകാരികമായ അടുപ്പം കൊണ്ടുകൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അഭിമാനമാണ് അദ്ദേഹമാണ് ഇന്ന് ഈ സമയം ഉദ്ഘാടനം ചെയ്യുന്നത്. ഏറ്റവും മികച്ച നിയമസഭാ സാമാജികമുള്ള അവാർഡ് കൊടുക്കുക അതൊരു വലിയൊരു യാദൃച്ഛികതയാണ്. കേരള നിയമസഭയിലെ ഏറ്റവും ശ്രദ്ധേയനായ MLA-ക്ക് അവാർഡ് കൊടുക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും ശ്രദ്ധേയനായ MP, സെൻസസ് അവാർഡുകൾ നിരവധി കരസ്ഥമാക്കിയ MP-ആണ്. വളരെ ആദരവോടെ, വളരെ ബഹുമാനത്തോടെ ശ്രീ NK പ്രേമേന്ദ്രൻ MP അവരുടെ ഈ ധന്യമായ വേദിയിലേക്ക് സവിനയം സാദരം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങുന്ന ശ്രീ PC വിശ്വനാഥ് അദ്ദേഹം എത്തിച്ചേരുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. 4 മണിക്ക് മുമ്പ് അദ്ദേഹം എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ ചുമതല ഞങ്ങൾ ഏൽപ്പിച്ചു പോയാലും മരത്തിൽ ദേവാസൻ ഡോക്ടർ പുരുഷോത്തമൻ സാറും അടക്കമുള്ളവര് ആലോചിച്ച് നിയമസഭാ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ അംഗത്വമാണ്, ജനകീയ അഭിലാഷം നമുക്കൊപ്പമാണ്. അതുകൊണ്ട് തന്നെ അത് ഉണ്ടാകുമെന്നുള്ള ആ ഉറച്ച വിശ്വാസത്തോടുകൂടി ഏറെ പ്രിയങ്കരനായ ശ്രീ സൂരജ് രവിയെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ KPC സെക്രട്ടറിയും കൊല്ലം അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ചെയർമാനുമായ ഞങ്ങളുടെ ഗാന്ധിയൻ സംഘടനകളുടെ ഏറ്റവും വലിയ ഒരു